പ്രത്യേകിച്ച് ഇവിടെയൊക്കെയുള്ള ഈ സക്സസ്ഫുൾ ബിസിനസ്സുകൾ മാത്രമാണ് നമ്മളുടെ ഫ്രണ്ട് ഫേസിൽ കാണുക. കാര്യം ഇവിടെ പരാജയപ്പെട്ടു പോകുന്ന കുറേ ബിസിനസ്സുകൾ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഈവൻ വളരാൻ സാധിക്കാതെ നിൽക്കുന്ന കുറേ ബിസിനസ്സുകാരും വ്യക്തികളും ബിസിനസ്സുകളും ഇവിടെയുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ എന്തുകൊണ്ടാണ് അത്തരം ഒരു മേഖലയിലേക്ക് കാര്യം ഇപ്പോൾ നന്നായി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നന്നായി ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടും വലിയ പരാജയത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമായി ഇതിൽ വളർന്നു വന്ന പല ആൾക്കാരുടെയും പുറകിൽ അങ്ങനെ പല കഥകളും ഉണ്ടാവും സ്വാഭാവികമായി. അതായത് ഞാനും നിങ്ങളും ഒരേ രീതിയിലൊരു ബിസിനസ് ആരംഭിക്കുന്നു, 2 ഷോപ്പ് ഇടുന്നു. ഞാനൊരു ഷോപ്പ് ഇടുന്നു, താങ്കളൊരു ഷോപ്പ് ഇടുന്നു, 2 റെസ്റ്റോറൻ്റ് അന്ന് കൂട്ടാം. ഇതിൽ നിങ്ങളുടെ സ്ഥാപനം പരാജയപ്പെടുന്നു, എൻ്റെ സ്ഥാപനം വിജയിക്കുന്നുണ്ടെങ്കിൽ ആ പരാജയപ്പെട്ടതിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് കുറേ പേഴ്സണൽ ഫാക്ടർ ഉണ്ടാവും അല്ലേ? അതെ, പേഴ്സണൽ ഫാക്ടറും ബിസിനസ് സംബന്ധമായ ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് പരാജയപ്പെടില്ലല്ലോ. അതെ അതെ അതെ. ഇതേ റെസ്റ്റോറൻറ്റ് പരാജയപ്പെട്ട് പൂട്ടിയതിന് ശേഷം വേറൊരാളെടുത്തിട്ട് അത് വിജയിപ്പിക്കുന്നത് കാണാം. യെസ്. ഞങ്ങളുടെ മുന്നിൽ തന്നെ കുറേ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമ്മൾ എന്താണെന്നുള്ളത് ആ പ്രശ്നം കണ്ടെത്തിയിട്ട് തളരാതെ അടുത്ത പ്രാവശ്യം വീണ്ടും തുടങ്ങണം എന്നാണ്. യെസ് യെസ് യെസ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി എന്തൊക്കെ വീഴ്ചകൾ വന്നാലും അടുത്ത കച്ചവടം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ ഉറങ്ങാൻ പറ്റില്ല. അതായത് ഞാനിനി ജോലി എടുക്കാൻ പോവുകയാണെന്ന് ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ബിസിനസ്സുകാരുടെ മറ്റൊരു വിജയരഹസ്യം. ഞാൻ തകർന്നു, ഇനി അടുത്ത എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഉണ്ടാവാം, പക്ഷെ വളരെ കുറവാണ്. അല്ല, അവർ ബിസിനസ് മൈൻഡ് സെറ്റിലല്ല, അങ്ങനെ ചിന്തയില്ലെങ്കിൽ. അതാണ് ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അതെ അതെ. ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങൾ എത്ര വന്നാലും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വേറൊരു ബിസിനസ്സിലൂടെ അതിനെ മറികടക്കുക എന്നുള്ളതാണല്ലോ. അതെ അതെ, അതേ മാർഗം ഉണ്ടാവുള്ളൂ. കാരണം ആളുണ്ടാക്കി വെച്ചിരിക്കുന്ന ലയബിലിറ്റി അത്രയായിരിക്കും. അതിനെ മറികടക്കാൻ ഒരു ജോലി ചെയ്തുകൊണ്ട് ആവാത്തതുകൊണ്ട് അടുത്ത് ചിന്തിക്കും.